ഇപ്പോൾ പുതിയ പ്രോമോ പുറത്തു വന്ന പ്രകാരം പട്ടായ ഗേൾസ് തമ്മിൽ നല്ല അടിപൊളി ചണ്ടയാണ്. ഒരു രക്ഷയില്ല. അനുമോളുടെ കിച്ചണിലെ വിളമ്പിൻ്റെ ഭാഗമായിട്ടാണ് ചണ്ട വന്നിരിക്കുന്നത്. ആദിലയും അനുമോളുമായിട്ടാണ് ചണ്ട. അപ്പോൾ ആതിരയുടെ പക്ഷത്താണ് നൂറ നിൽക്കുന്നത്. അപ്പോൾ പട്ടായ ഗേൾസ് തമ്മിൽ തെറ്റിപ്പിരിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ അതിഭീകരമായ രീതിയിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു, ഗോഗോ വിളിക്കുന്നു. ഇപ്പോൾ ഈ അനുമോളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോൾ എപ്പോൾ കിച്ചണിലേക്ക് വന്നാലും അനുമോൾ കിച്ചൺ അടക്കി ഭരിക്കുന്ന ഒരാളാണ്. കിച്ചണിലേക്ക് മറ്റൊരാൾക്ക് യാതൊരു പ്രവേശനമില്ല, യാതൊരു പ്രസക്തിയും ഇല്ലാത്ത രീതിയിലാണ്. പക്ഷേ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അനുമോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യും. വളരെ കൃത്യമായി കിച്ചണിലെ കാര്യം ഭംഗിയായി കിച്ചണിൻ്റെ കാര്യം നോക്കും, അത് ഉറപ്പാണ്. അല്ലാതെ കഴിഞ്ഞ മുന്നേ 3 ക്യാപ്റ്റന്മാർ വന്നപ്പോൾ കിച്ചൺ അലങ്കോലമാക്കിയതുപോലെയല്ല, കിച്ചൺ വളരെ ഭംഗിയായിട്ട് വളരെ നിഷ്ഠയോടുകൂടി കിച്ചൺ പരിപാലിക്കും അനുമോൾ. എല്ലാവർക്കും തുല്യമായ രീതിയിലൊക്കെ എല്ലാം ഏകദേശം എത്തും. പക്ഷേ അനുമോളുടെ ഭരണം എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഒരു രക്ഷയുമില്ലാത്ത എന്താ പറയുക, ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ OCD ഉള്ള ആൾക്കാരെ പോലെയാണ് അനുമോൾ പ്രവർത്തിക്കുന്നത്, പ്രതികരിക്കുന്നത്. മറ്റെല്ലാ കാര്യത്തിലും അനുമോളോട് ഇടപഴകാൻ പറ്റും. പക്ഷേ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ വീട്ടിലും ഈ രീതിയിലായിരിക്കണം അനുമോൾ ഈ കിച്ചൺ പരിപാലിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം കിച്ചണിലേക്ക് അനുമോൾ വേറെ അത് അനുമോളുടെ ഒരു മേഖലയാണ്. അപ്പം ചിലപ്പോൾ ഫുഡ് അത്രയും ആസ്വാദ്യത്തോടു കൂടി വളരെയധികം ആസ്വദിച്ച് തയ്യാറാക്കുന്നത് കൊണ്ടാവാം, വളരെ കൃത്യമായി എല്ലാവർക്കും തൻ്റെ ഇഷ്ടപ്രകാരം എല്ലാവർക്കും എത്തിക്കണമെന്നുണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള വീക്ക്നെസ്സുകൾ കൊണ്ടാവാം. പക്ഷേ ഇത് എല്ലാവർക്കും സഹിക്കണം എന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പട്ടായ ഗേൾസ് എത്രത്തോളമാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പട്ടായ ഗേൾസ് അടുത്ത പഞ്ചായത്തിലെത്തുമെന്ന് പോലും നമുക്ക് സംശയമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ കണ്ടതാണ് പൈസയുടെ നുള്ളിപ്പറക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിലേക്ക് വളരെ തർക്കിച്ചൊക്കെ നെവിൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചെടുക്കുന്നു. അതിലേക്കൊക്കെ വളരെ കൃത്യമായിട്ട് പൈസയുടെ വില അറിയാം. അറിഞ്ഞ് തന്നെ അവർ മുന്നോട്ട് വന്നതാണ്. കാരണം എല്ലാവരെയും വെല്ലുവിളിച്ചാണ് അവർ പുറത്തേക്ക് വന്നത്. വളരെ കൃത്യമായ രീതിയിൽ അവർക്ക് അവരുടേതായ ഒരു ആശയമുണ്ടായിരുന്നു. ആ ആശയത്തിന് വേണ്ടിയിട്ട് അവർ അടിയുറച്ചു നിന്നു. അപ്പോൾ സ്വാഭാവികമായും കാശിൻ്റെ വില, കാശുണ്ടെങ്കിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റും. അത് നെവിനും സമ്മതിക്കുന്നുണ്ട്, നെവിനും അറിയാം. നെവിനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ 100 രൂപയല്ല 1 രൂപയാണെങ്കിൽ പോലും അവർ തർക്കിക്കും. അപ്പോൾ അങ്ങനെ ഇത് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കളർഫുള്ളാണ്. അവസാന വീക്കിലേക്ക് എത്തുമ്പോൾ സാധാരണഗതിയിലുള്ള രീതിയല്ല, അവസാന വീക്കുകളിലേക്ക് കണ്ടൻറ്റിൻ്റെ ഒരു ധാരാളിത്തമാണ് വരാൻ പോകുന്നത്. മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടികളുടെ ഒരു ബഹളമായിരിക്കും, പൂത്തിരി പൊട്ടിക്കലായിരിക്കും. എന്തായാലും കണ്ട് തന്നെ അറിയാം ബിഗ് ബോസ് അടുത്ത ദിവസങ്ങളിൽ. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.